പ്രിയപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന കെ ഹംസക്കുട്ടി സാഹിബ് അവർകളെ, പ്രിയപ്പെട്ട വളരെ അർത്ഥവത്തായ ഭാഷണം നടത്തി നമ്മളെ ധന്യമാക്കിയ സമാദരണീയനായ സാദിഖ് അലി സാഹിബ് അവർകളെ, ബഹുമാന്യനായ ഈ സദസ്സിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഖമറുദ്ദീൻ സാഹിബ്, അഫ്സൽ സാഹിബ്, ബഹുമാന്യനായ അവർകൾ, അതുപോലെ സദസ്സിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന നൈരന്തര്യത്തിൻ്റെ ചുക്കാൻ സാഹിബ്, ബഹുമാന്യനായ അതുപോലെ തന്നെ ഇതിലെ അണിയറ ശില്പികളായ പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിലെ സ്ഥിര സാന്നിധ്യങ്ങളെ, വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ്മ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ എന്ന് ഈ ഹാള് ഏതൊരു വ്യക്തിത്വത്തിൻ്റെ നാമധേയത്തിലാണോ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്, ആ നാമത്തിൻ്റെ ഉടമയായ ചെങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ മനസ്വിനി എന്ന് പറയുന്ന കവിതയിലെ അവസാനത്തെ 4 വരികളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിലേക്ക് പരാമർശം നടത്തിയത്. പാവപ്പെട്ടവൻ്റെ വേദനയുടെ കൂടെ നിൽക്കുമ്പോൾ ഉടപ്പിറപ്പിനെ എവിടെ നിന്നോ തിരിച്ചു കിട്ടിയ പുനഃസമാഗമത്തിൻ്റെ ആനന്ദാതിരേകം നമ്മുടെ മനസ്സിനെ തരളിതമാക്കുകയാണ്. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. 200 ചില്ലാനം ജീവനുകൾ ലോകത്തിൻ്റെ തന്നെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ആശയവിനിമയം നടത്തി സാങ്കേതിക തികവോടുകൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന സദസ്സിലേക്ക് അവർ കടന്നു വരുമ്പോൾ അത് അവരുടെ ആദ്യ സമാഗമമാണ്. കോട്ടക്കൽക്കാർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ കൊണ്ടോട്ടിക്കാർ ഇവിടെയുണ്ട്, സാക്ഷാൽ തൃശ്ശൂരുകാർ ഇവിടെയുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളുടെ പ്രാതിനിധ്യം നന്മയുടെ വിഷയത്തിൽ ഞങ്ങൾ സമാനമനസ്കരാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി പകരുന്നതിൻ്റെ കൂടെ അവർ പരസ്പരം ആദ്യമായാണ് ഈ മേളനത്തിൽ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ കർമ്മകാന്ഡം എന്ന് വിശേഷിപ്പിക്കേണ്ട രീതിയിൽ ഇനി ഇവിടെ അവസാനമായിട്ട് നടക്കേണ്ടത് അതാണ്. നിങ്ങൾ പരസ്പരം ഒക്കെ ഒന്ന് പങ്കുവെച്ച്, കാരണം നിങ്ങളൊന്ന് നോക്ക്, ഞാൻ ഹദീസിൻ്റെ ഏതോ ഒരു കിതാബിൽ വായിച്ചിട്ടുണ്ട്, അൽ അർവാഹു ജുനൂദും മുജന്നദ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കൾ മുഴുവൻ സുസംഘടിതമായൊരു സൈന്യമാണ്, ഒരു സംഘാതമാണ്. വമാ തഅറഫ മിൻഹാ ഇഖ്തലഫ, അവിടെ വെച്ച് റൂഹ് മാത്രമായ സമയത്ത് കണ്ടുമുട്ടിയ ആളുകൾ ഇഖ്തലഫ, ഇവിടെ വെച്ച് ഭൗതിക ലോകത്ത് കണ്ടുമുട്ടാതെ മരിക്കൂല. വമാ തനാക്കറ മിൻഹാ, ആലമുൽ അർവാഹിൽ കോടാനക്കോടി റൂഹുകൾ ഉണ്ടായപ്പോൾ ഏത് റൂഹ് മറ്റൊരു റൂഹുമായി സന്ധിച്ചിട്ടില്ല, കണ്ടുമുട്ടിയിട്ടില്ല. ഇഖ്തലഫ, അവരിവിടെയും കണ്ടുമുട്ടൂല. എത്ര റിസ്ക് എടുത്താലും ശരി അവർ കണ്ടുമുട്ടാതെ മരിച്ചു പോകും. അതിൻ്റെ വിശദീകരണം ഞങ്ങൾ ഗുരുനാഥനോട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബഹാവുദ്ദീൻ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പ്രായം ചെന്ന വാർദ്ധക്യ സഹജമായ ബാലിശതകളൊക്കെ പിടികൂടിയ ചില വയോവൃദ്ധരായ ഉപ്പമാരെ മക്കൾ അവസാനം വിസയും പാസ്പോർട്ടെല്ലാം എടുത്ത് ഹജ്ജിന് കൊണ്ടുപോകുന്നു. അവർ ഇത്രയും കാലം മഹല്ലിൻ്റെ ബോർഡർ വിട്ട് പോകാത്ത ആളുകളാണ്. പക്ഷേ ഇപ്പോൾ കഅബാലയത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കക്കാരനെ കാണുന്നു, റഷ്യക്കാരനെ കാണുന്നു, ഇന്തോനേഷ്യക്കാരനെ കാണുന്നു, ചൈനക്കാരനെ കാണുന്നു, കൊറിയക്കാരനെ കാണുന്നു, സാക്ഷാൽ സൗദി അറേബ്യക്കാരനെ കാണുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് നിയതമായ ഒരു തീരുമാനത്തിന് വിധേയനായിട്ടുണ്ട്, ഇത്ര ആളുകളെ കണ്ടുമുട്ടണമെന്ന്. പക്ഷേ അതിനേക്കാൾ എത്രയോ പ്രസക്തിയുള്ള ഒരു കണ്ടുമുട്ടലാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിച്ചു പോകുന്നത്. പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അനുസ്മരിക്കാൻ പോകുന്നത്. ഹ്രസ്വമായ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ വലിയ വേളയിൽ ബഹുമാനപ്പെട്ട ഒരു മഹാവ്യക്തിത്വം അല്ലേ, ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വ്യാപ്തിയും ഈ സമയത്തിൻ്റെ ദൗർലഭ്യവും എന്നെ ഒരുപോലെ ഭീതിജനകമായ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം തങ്ങളെ എത്ര പുരസ്കരിച്ചാലും വളരും. നമ്മൾ അങ്ങനെയാണ്. ടോൾസ്റ്റോയ് പണ്ട് പറഞ്ഞ പോലെ, പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ പഠിക്കുന്നതിൻ്റെ മുൻപ് ഞാനായിരുന്നു ചെറിയവൻ, പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ ഞാനായിരുന്നു വലിയവൻ, പക്ഷെ പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ചെറിയവനും ദൈവം വലിയവനുമായി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, അതാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ പറ്റി നമ്മൾക്ക്
എത്ര സംസാരിച്ചാലും ആര് സംസാരിച്ചാലും എങ്ങനെ പറഞ്ഞാലും അത് വാത്തോരാതെ വർണ്ണാഭമായി ലളിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗീതം പോലെ, ഒരു കാവ്യം പോലെ, ഒരു ചിത്ര ജലജന പോലെ, ഒരു ആവിഷ്കാരം പോലെ, ഒരു ഡോക്യുമെന്ററി പോലെ എന്തൊക്കെയോ ശിഹാബ് തങ്ങൾ നമ്മിലേക്ക് പ്രദാനം ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അത് ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്. ആക്ച്വലി അതാണ് ശിഹാബ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് ദേ റെസ്പെക്ട് യു, പ്ലീസ് റെസ്പെക്ട് ദം. ഇഫ് ദേ ഡിസ്റെസ്പെക്ട് യു, സ്റ്റിൽ റെസ്പെക്ട് ദം, ബിക്കോസ് യു റെസ്പെക്ട് യുവർസെൽഫ്, നോട്ട് അതേഴ്സ്. അവർ നിങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിലും അവർ തിരിച്ച് നിങ്ങൾ അവരെ ബഹുമാനിക്കുക. ഇഫ് ദേ ഡിസ്റെസ്പെക്ട് യു, അവർ നിങ്ങളെ ഇങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല എങ്കിൽ സ്റ്റിൽ അപ്പോഴും റെസ്പെക്ട് ദം, അവരെ തിരിച്ച് ബഹുമാനിക്കുക. ബിക്കോസ് അതിന്റെ കാരണം എന്താണ്? യു റെസ്പെക്ട് യുവർസെൽഫ്, നിങ്ങൾ ആദരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെയാണ്. നമ്മളിപ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത് ക്രിയേറ്റിവിറ്റിയുടെ കാലമാണ്. ഇവിടെ സാദിഖ് അലി സാഹിബ് അവർ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാം അങ്ങനെയാണ്. ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാലമാണ്. ഇപ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ അരുപറ്റി അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ട് ക്രിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, ആ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് 14 സെക്കൻഡിൻ്റെ ഇഷ്യൂ ആണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 14 സെക്കൻഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രിയേറ്റിവിറ്റി, ഞാൻ ഉദ്ദേശിച്ചത് സാധാ പക്ക കൂലിപ്പണിക്ക് പോകുന്ന നമ്മുടെ നാട്ടിലുള്ള നാടൻ ചെറുപ്പക്കാരൻ പോലും ഒരു 14 സെക്കൻഡിൻ്റെ ഒരു ഡിക്ലറേഷൻ അതുമായി ബന്ധപ്പെട്ട് ഋഷിരാജ് സിംഗ് നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിയേറ്റിവിറ്റി അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് അല്ല 13 സെക്കൻഡ് നോക്കിയിട്ട് കണ്ണെടുത്തിട്ട് രണ്ടാമത് നോക്കുമ്പോൾ അതിൻ്റെ നിയമം എന്തായിരിക്കും? ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്ക് അതിനെ വൈറലാക്കാനും അതിനെ വേൾഡ് വൈഡ് വെബിലൂടെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും എത്തിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞത്, ഇത് കേരളത്തിലെ മൂല്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 14 സെക്കൻഡ് ആയിരിക്കും, പക്ഷേ UAE ദിർഹംസ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ടാകുന്നൊക്കെ. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ വ്യത്യസ്ത മേഖല എവിടുത്താണ്? ഇങ്ങനെ അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഹ്രസ്വമാണെങ്കിലും അർത്ഥഗർഭം ചുമന്ന അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ അദ്ദേഹം പറഞ്ഞത്, വി ആർ കില്ലിങ് ദി ടൈം. സമയം കൊല്ലി എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് അറിയാതെ മരിച്ചു പോകുന്ന സമയത്തെ ജനിപ്പിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ നടക്കുന്നത്. ഇവിടെ കൺസ്ട്രക്ഷനാണ്, ഡിസ്ട്രക്ഷൻ അല്ല. നിർമ്മാണാത്മകമാണ്, സംഹാരാത്മകമല്ല. ശിഹാബ് തങ്ങളുടെ പുഞ്ചിരി നിർമ്മാണാത്മകമായ ഒരു ദൗത്യമായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് എല്ലാത്തിനും ഒരുങ്ങി അരമുറുക്കി കെട്ടിയ മുസൽമാന്റെ മുമ്പിലേക്ക് നോക്കിയിട്ട് ഇവിടുത്തെ ധീരനായ നേതാവ്, അതിൽ മുസ്ലിങ്ങളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മുസ്ലിംസ് ഉണ്ടായിരുന്നു അതിനെ കേൾക്കാൻ, എല്ലാ സാങ്കേതികമായ സംഘടനയുടെ വക്താക്കളുണ്ടായിരുന്നു അത് കേൾക്കാൻ, എല്ലാ ആദർശ സംഘടനാ പ്രവർത്തകരും ഉണ്ടായിരുന്നു ശിഹാബ് തങ്ങളുടെ വാക്ക് കേൾക്കാൻ. തങ്ങളവർകൾ അവിടുത്തെ ഒരു ചൂണ്ടാണി വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൻ്റെ പോലും ഇഷ്ടിക ഇളകാൻ പാടില്ല. വല്ലാത്തൊരു വാക്കായിരുന്നു. സുകുമാർ കക്കാട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആത്മീയ നായക ലോല പൂങ്കവ ആദരമുത്ത് ശിഹാബെന്ന സാത്വിക, അങ്ങേ കൊടപ്പനക്കൽ വീട്ടിലുത്തമ ചൈതന്യസാരമായി തീർന്നൊരാ മന്നവ, ആദരാലഷ്ടദിക്കിന്നും ആരാധ്യന, ആരംഭർ ത്വാഹ കുടുംബത്തിൻ ശ്രേഷ്ഠനാ, ബന്ധനങ്ങൾക്കു സമരി സമർത്ഥിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ. എല്ലാ ബന്ധനങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും സമരി മസ്ലഹത്ത് സമർത്ഥിച്ച വമ്പൻ മുഹമ്മദിൻ പരിശുദ്ധ റസൂലിൻ്റെ അതേ പേരും അതേ ആകൃതിയും അതേ രൂപവും അതേ സ്വഭാവവും അതേ പ്രകൃതിയും ഒത്തിണങ്ങി ഹലർമൗത്തിൽ നിന്ന് കടന്നു വന്ന വല്ലിപ്പയുടെ പേരക്കുട്ടിയായി അള്ളാഹു കേരളത്തിന് വേണ്ടിയിട്ട് മുളപ്പിച്ച ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ തരളിതമായ വടവൃക്ഷമാകുന്ന ശിഹാബ് തങ്ങളാകുന്ന ആ മാമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ഇന്ന് കേരളം കാറ്റാസ്വദിച്ച് തണലാസ്വദിച്ച്
ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കോഴിക്കോട് മാൻഹോളിലേക്ക് ഓട വൃത്തിയാക്കാൻ, അഴുക്കുചാല് വൃത്തിയാക്കാൻ വേണ്ടി ആന്ധ്ര സ്വദേശികളായ 2 ഹൈന്ദവർ ഇറങ്ങി. അവർ ശ്വാസം മുട്ടി പെടയാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ നൗഷാദ് പാതി കുടിച്ചു വെച്ച ചായ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടയിലേക്ക് തൻ്റെ ശരീരം എടുത്തെറിയാണ്. ആ സമയത്ത് മറ്റുള്ള റിക്ഷ ഡ്രൈവേഴ്സ് നൗഷാദിനോട് പറയുന്നുണ്ട്, അരുത് നൗഷാദ്. നൗഷാദ് പറഞ്ഞു, അവിടെ പിടയുന്നത് 2 മനുഷ്യ ജീവനുകളാണ്, അല്ലാതെ കുറിയിട്ട ആന്ധ്രയിലെ ഹൈന്ദവരാണ് എന്ന പദപ്രയോഗത്തിനല്ല നൗഷാദ് മുതിർന്നത്. നൗഷാദ് മൂന്നാമതൊരു മയ്യിത്തായി 2 ആന്ധ്ര സ്വദേശികളായ ഹൈന്ദവരുടെ കൂടെ മാർക്കണ്ഡേയ കഡ്ജുവിന്റെ ഒരു പരാമർശം, സ്റ്റേറ്റ്മെന്റ് 3 ദിവസങ്ങൾക്ക് മുൻപാണ് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യഭൂമിയായ കശ്മീരിന്റെ മണ്ണിൽ മുഴങ്ങിയത്. മാർക്കണ്ഡേയ കഡ്ജു കേരളക്കാരനെ അനുഭവിച്ചത് കേരളക്കാരിൽ പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ, കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ അത് കേരളീയൻ മാത്രമാണ്. കേരളത്തിൽ ജനിക്കാത്ത, കേരളത്തിൽ താമസിക്കാത്ത, കേരളത്തിൽ ഒരു കാൻഡിഡേറ്റായി മത്സരിക്കാൻ താല്പര്യപ്പെടാത്ത സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞുപോയി, ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളെയും ആർഷഭാരത സംസ്കാരങ്ങളെയും ഒരുപോലെ പുൽകാനും പുണരാനും പരിരംഭണം ചെയ്യാനും ആശ്ലേഷിക്കുവാനും സന്നദ്ധമായ ഒരേ ഒരു ഇന്ത്യക്കാരനുണ്ടെങ്കിൽ അത് കേരളീയനാണ് എന്ന് മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞപ്പോ, മാർക്കണ്ഡേയ കഡ്ജുവിന്റെ മുമ്പിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന്, സാക്ഷാൽ നമ്മുടെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയിൽ നിന്ന് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഡിയർ കഡ്ജു, നിങ്ങളത് പറയാനുണ്ടായ ചേതോവികാരം എന്താണ്? കേരളത്തിന് എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യം കിട്ടിയത്? എല്ലാവരെയും ഉൾക്കൊള്ളാൻ. ഒരു ബൈത്തുർ റഹ്മ ഉണ്ടാക്കുമ്പോൾ ആ ബൈത്തുർ റഹ്മയുടെ അവകാശി ക്രൈസ്തവനാണെങ്കിൽ ക്രൈസ്തവൻ, ഹൈന്ദവനാണെങ്കിൽ ഹൈന്ദവൻ, മുസൽമാനാണെങ്കിൽ മുസൽമാൻ, ജൂതനാണെങ്കിൽ ജൂതൻ, സിഖുകാരനാണെങ്കിൽ സിഖുകാരൻ, മതമില്ലാത്തവനാണെങ്കിൽ അവൻ. മനുഷ്യ പരിധിയുടെ ഉള്ളിൽ അവരെല്ലാവരും കടന്നു വരും എന്ന് പറയുന്ന ഉദാത്തമായ, ഉത്ബുദ്ധമായ, ഉത്കൃഷ്ടമായ ബോധമാണ് ബൈത്തുർ റഹ്മയെ ഇനി അനധിവിദൂരമായ ഭാവിയിൽ ഗിന്നസ് റെക്കോർഡിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ ആശ്വാസമാണ്. ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകളാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ സ്മാരകത്തിന്റെ ചോട്ടിൽ പോയിട്ട് കാറ്റാസ്വദിക്കുന്നത്, തണല് കൊള്ളുന്നത്? നമ്മുടെ നേതാക്കൾക്കൊക്കെ രാഷ്ട്രത്തിന്റെ പല ദിക്കുകളിലും കോണുകളിലും സ്റ്റാച്യു പൊങ്ങാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രതിമയുടെ മുമ്പിൽ ആരെങ്കിലും ആശ്വാസം കൊള്ളാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്മാരകം ഏതെങ്കിലും അനുയായികൾ അനുഭവിക്കാറുണ്ടോ? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ സ്മാരകം തങ്ങളെ സ്നേഹിച്ചവർ അനുഭവിക്കുകയാണ്. വെയിൽ കൊള്ളാതെ, മഴ കൊള്ളാതെ, അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും പിടിപ്പറിപ്പിച്ചു പറിക്കാര സംഘങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതത്വത്തിന്റെ ഒരു അഭയകേന്ദ്രമായി അത് നിലകൊള്ളുകയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ വലിയ ഒരു പരിസ്ഥിതിവാദിയായിരുന്നു. മലേഷ്യയിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അന്ന് സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വേണ്ടി, ഹയർ സ്റ്റഡി നടത്താൻ വേണ്ടി മലേഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുകയാണ്. എൻ്റെ സഹൃദയനായ ജ്യേഷ്ഠ സഹോദരനെ പോലെ ദാറുൽ ഹുദ കുടുംബത്തിലുള്ള എൻ്റെ സീനിയർ ഹുദവിയായ ഷഫീഖ് ഹുസൈൻ ഹുദവിയും ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ സഹപാഠിയായി മലേഷ്യയിലെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സന്ദർഭം. ആരാണ് രക്ഷിതാവ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ കണ്ട മുസ്ലിം പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരവായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മലേഷ്യയുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. തങ്ങൾക്ക് അവിടെ ഒരു സ്വീകരണമാണ്. രക്ഷിതാവ് എന്ന രീതിയിലല്ല, തങ്ങളവர்கள் ഇന്ത്യയിലെ മുസ്ലിംകളുടെ നായകനാണ്. തങ്ങൾക്കൊരു റിസപ്ഷൻ നമ്മൾ ഒരുക്കണം. മലേഷ്യയുടെ യൂണിവേഴ്സിറ്റിയിലെ തിങ്ങി നിറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഇംഗ്ലീഷിലും പിന്നെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പരിശീലനത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് സ്വതസിദ്ധമായി ലഭ്യമായ ലാളിത്യം തുളുമ്പുന്ന അറബി ഭാഷയിലും അവരോട് പ്രഭാഷണം നടത്തുകയുണ്ടായി. കഴിഞ്ഞ് മുനവർ മോനെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ച് സ്റ്റുഡൻ്റായി മുനവർ മോൻ അവിടെ പഠിക്കാൻ സന്നദ്ധനായി. പിന്നെ തങ്ങളവറുകൾ തൻ്റെ മോനെ ചേർത്തി തിരിച്ചു പോരുമ്പോൾ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ വരാന്തയുടെ ഔട്ട്സൈഡിൽ ഒരു ബോൺസായി ഇനത്തിൽപ്പെട്ട നല്ല മനോഹരമായ ഒരു വൃക്ഷത്തിൻ്റെ തൈ കാണുകയാണ്. അവിടുത്തെ അധികൃതരോട് തങ്ങളവറുകൾ ചോദിച്ചു, ഈ ബോൺസായി മരത്തിൻ്റെ ഒരു ശിഖരം, ഒരു കൊമ്പ് എനിക്ക് വെട്ടിത്തരുമോ? അവർ വെട്ടിക്കൊടുക്കുകയാണ്. ആ കൊമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ വർണ്ണാഭമായ പേപ്പറിൽ പൊതിഞ്ഞ് തൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു ലഗേജിൽ വെക്കാന്. അങ്ങനെ എയർപോർട്ടിൽ വന്നു. ഇവിടെ അലവിക്കയുടെ അടുക്കൽ വന്നാണ്ട് വീട്ടിൽ കയറുന്നതിൻ്റെ മുമ്പ് ഈ ബോൺസായി വൃക്ഷത്തിൻ്റെ തൈ ശിഖിരം
ബഹുമാനപ്പെട്ട അലവിക്കയോട് പറഞ്ഞു കുഴി വെട്ടണം, ആ കുഴിയിൽ അത് കൊണ്ടുപോയി നടണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ ബോൺസായി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനുഷ്യന് വേണ്ടി നിലകൊണ്ട ഒരു പരിസ്ഥിതിവാദിയെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളിലൂടെ പലപ്പോഴും കേരളീയൻ ദർശനം നടത്തിയിട്ടില്ല. ഈ വന്യമൃഗ സംരക്ഷണ നിയമം വരുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ തങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റാവുന്ന എല്ലാ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു എന്നതും അക്കാലത്ത് തങ്ങളുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഊഷ്മളമായ അറിവുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വൈലോപ്പിള്ളി പറഞ്ഞ പോലെ പരസ്പരം സഹായിക്കുകയും പരസ്നേഹം പുലർത്തുവീൻ. നിരക്ഷരാമലീഖിതാമദീശാ ശാസനം നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. അല്ലാമ ഇഖ്ബാലും അങ്ങനെ സൂചിപ്പിച്ചു. ഫർദ് ഖായിം റബ്ബ് തമില്ലത് സേ ഹെതൻഹാ കുച്ച് നഹി മൗജ് ഹേ ദരിയാ മേ ഔർ ബൈറൂൻ ദരിയാ കുച്ച് നഹി. ഒരു മനുഷ്യൻ, ഒരു സമുദായത്തിന്റെ അന്തരാളത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇന്നൊരു മോട്ടോ ഉണ്ട്, ഐ ആം അലോൺ എമംഗ് ദി പീപ്പിൾ. ഞാൻ ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് ചെയ്യും. അവിടെയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രസക്തിയും പ്രസിദ്ധിയും പ്രശസ്തിയും നമുക്ക് ബോധ്യമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ടേക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മുടെ ലീഡർഷിപ്പ് ഓൺലൈൻ മേഖലയിലാണ്, അതുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, 4 ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ വളാഞ്ചേരിയിൽ ഞാൻ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദിൽ റൂമിൽ വന്നിട്ട് 2 ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഡൗറി സിസ്റ്റത്തെ, സ്ത്രീധന സമ്പ്രദായത്തെ തീർത്തും നിഷിദ്ധമായി എതിർക്കുന്ന ഒരു വിഭാഗമാണ്. സമാന ചിന്താഗതിക്കാരായ യുവതി യുവാക്കളെ മുഴുവൻ സംഘടിപ്പിച്ച് ഇന്ന് കേരളത്തിലെ ഒരു വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലക്ക് അവിടുത്തെ സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ഭാരവാഹികൾ, പത്തനംതിട്ടയിൽ അതിൻ്റെ ഭാരവാഹികൾ, കൊല്ലത്ത് അതിൻ്റെ ഭാരവാഹികൾ, കോട്ടയത്ത് അതിൻ്റെ ആളുകൾ, മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ആളുകൾ, ഇങ്ങനെ കേരളത്തിൽ പടർന്നു പന്തലിച്ച ഡൗറിയോട് നോ പറയുന്ന ഒരു സിസ്റ്റം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനിരിക്കാൻ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലെ ആദ്യ വിവാഹം അടുത്ത മാസം 18-ാം തീയതി നടക്കാൻ പോവുകയാണ്. നമ്മൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരുപാട് കൊടുക്കണം, ഒരുപാട് വാങ്ങണം എന്നല്ല, സമൂഹത്തിന് ഒരുപാട് ചെയ്യണം, കൊടുക്കണം എന്ന മൈൻഡുള്ള ഒരുപാട് ആളുകൾ പ്രവാസ ലോകത്തും സാക്ഷാൽ നമ്മുടെ ലോകത്തൊക്കെ ഉണ്ട്. അവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല. ഇനി വിദ്യാസമ്പന്നനായ, ഊർജ്ജസ്വലനായ, പ്രവർത്തിക്കണമെന്ന മൈൻഡുള്ള, ക്രിയേറ്റിവിറ്റിയുള്ള, ആക്റ്റീവായ ചെറുപ്പക്കാരൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഇനി സോഷ്യൽ മീഡിയ ചിലപ്പോൾ അടുത്ത കാൻഡിഡേറ്റ്സിനൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് വാങ്ങണം, ഈ സോഷ്യൽ മീഡിയയുടെ വക്താക്കളെ കാണണം. അപ്പോൾ ഭാരവാഹിത്വം, ഇനി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ, ഫൗണ്ടർ, ഫാദർ സുക്കർബർഗ് ഫേസ്ബുക്ക് സ്ഥാപിച്ചപ്പോൾ ആരും സുക്കർബർഗിനെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ 33 വയസ്സുള്ള സുക്കർബർഗ് തനിക്ക് തൻ്റെ ഭാര്യയിലൂടെ ദൈവം കുഞ്ഞിനെ കൊടുത്തപ്പോൾ ഇതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രോഫിറ്റിൻ്റെ 98% ഓഹരി ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുകയാണ്. അത് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് കാൽക്കുലേഷൻ നടത്തി നോക്കുമ്പോൾ 4000 കോടി രൂപയാണ്. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത്ര പോപ്പുലർ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ എത്ര ആളുകൾ പിന്നെ അതിനെ ഏറ്റുപിടിച്ചു. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെയും അത് ഖിദ്മത്തിൻ്റെയും സർവീസിൻ്റെയും പ്രൊപ്പഗേഷൻ്റെയും ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇനി സോഷ്യൽ മീഡിയയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ന് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് ഓൺലൈൻ മേഖലയെ ക്രിയാത്മകമാക്കുക, ആരോഗ്യകരമാക്കുക എന്ന് പറയുന്ന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അനാവശ്യമായി സമയം കൊല്ലുന്നതിന് പകരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഒരു വർഷമായപ്പോഴേക്ക് 2 വീടാണ്. 2 വീട്. ഇതൊരു വലിയ സന്ദേശമാണ്. ഇതിൻ്റെ ആളുകളുടെ മുമ്പിലേക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വീട് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ഇനി മാറി ചിന്തിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കേരളത്തിലെ കുടിവെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 50 കുടുംബങ്ങൾ, 50 വീടുകളുള്ള ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇതുപോലുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സന്നദ്ധരാകുക എന്ന് പറഞ്ഞാൽ
ആ ഏരിയയിൽ ഈ 50 കുടുംബങ്ങൾ താമസിക്കുന്നതിൻ്റെ ഏരിയയിൽ ഏത് ഭാഗത്താണ് വെള്ളം കിട്ടാൻ അതിൻ്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ്റെ പിന്നെ മേധാവികളുമായി അന്വേഷണം നടത്തി വെള്ളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം നോക്കി അവിടെ നല്ലൊരു ബോർവെൽ കുഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് കിണർ കുഴിച്ചു കൊടുത്ത് ഈ 50 വീട്ടുകാർക്കും ഈ 50 കുടുംബങ്ങൾക്കും ഈ നിധിയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു, ഒരു വീട്ടിലൂടെ നിങ്ങളുടെ ഉപഭോക്താക്കളാകുന്നത് 2, 3, 4 ആളുകളുള്ള ആ വീട്ടിലെ അംഗങ്ങൾ മാത്രമാണെങ്കിൽ അതേ സംഖ്യ അല്ലെങ്കിൽ അതിനോളം വരുന്ന സംഖ്യ, അതിനേക്കാൾ പോകാത്ത ഒരു സംഖ്യയിലൂടെ ഇനി ഈ 50 കുടുംബങ്ങൾക്കുമുള്ള ഒരു ജലവിതരണ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനാണ് നമ്മൾ ശ്രമം നടത്തുന്നത് എങ്കിൽ നമ്മളുടെ ഉപഭോക്താക്കൾ 150 ആളുകളാണ്. എങ്ങനെ ഒരു ആവറേജ് കണക്കൂട്ട, ഒരു വീട്ടിൽ 3 അംഗങ്ങളുണ്ട് എന്ന് കണക്കൂട്ടിയാൽ തന്നെ ആ 50 വീടുകളിലൂടെ നമ്മുടെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളും 150 ആളുകളാണ്. അത് നമുക്ക് ചെയ്യാനുള്ളതാണ്. രണ്ടാമതൊന്ന് പരിസ്ഥിതിയാണ്. നമ്മൾ പരിസ്ഥിതിയെപ്പറ്റി നല്ലോണം ചർച്ച ചെയ്യും, നല്ലോണം പറയും. നമ്മളെ ഖുർആനിലാണ് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്ത വേദഗ്രന്ഥം. പക്ഷേ പരിസ്ഥിതിയും നമ്മൾ എന്ത് ബന്ധം? അപ്പോൾ പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ നമ്മുടെ കുട്ടികളെ കൂട്ടത്തിൽ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും മേഖലയിൽ ഇനി മേഖല തിരിച്ച് അല്ലെങ്കിൽ കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ജൈവ കൃഷിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ SSLCയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ കുട്ടിയുടെ വിദ്യാഭ്യാസ സുരക്ഷിതത്തെ ഏറ്റെടുക്കുക. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമ്മുടെ സർവീസിനെ കൊണ്ടുപോയാൽ അത് ഏറ്റവും കൂടുതൽ കേരളം ഏറ്റുപിടിക്കുന്ന ഒരു സർവീസായി മാറും. അതൊരു തർക്കമില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ, നിങ്ങളൊരു ഓപ്പൺ ഒരു ഔട്ട്ഡോറിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ആരും നമ്മളിങ്ങനെ ഈ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തുക എന്നതിൽ കവിഞ്ഞ്, ഇനി മൈക്ക് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു തുറന്ന് പറയാൻ ഞങ്ങളിതുപോലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ഇതുപോലെ സമാന മനസ്കരായ ആളുകളെ ഇതേപോലെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ട് കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പരിസ്ഥിതിയെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി. വിനീതനായ ഞാനും ആ കൂട്ടത്തിൽ പോയിരുന്നു. 500 രൂപ DD അടച്ചിട്ട് അതിന് ഉള്ള ക്യാഷ് കെട്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ആളുകളുടെ കൂടെ പോവുക. ആരും പരസ്പരം അറിയൂല. 10-50 ആളുകൾ കക്കാടംപൊയിൽ എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നൊക്കെ ഒരുപാട് ഉന്നതമായ ഒരു സ്ഥലമാണ്. കോടയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ സ്ഥലം. അവിടെ പോയിട്ടൊരു വീട്ടിൽ 2 ദിവസം താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കണ്ടുമുട്ടാത്ത എഞ്ചിനീയർ, അതുപോലെ തന്നെ പിന്നെ റിട്ടയർഡ് പോലീസ്, അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർഡായ ലെക്ചർ, അങ്ങനെ ഈവൻ ഖത്തീബ് അടക്കം ഉള്ള ആളുകൾ ഇഷ്ടം പോലെ. ഈ ആളുകൾ മുഴുവൻ കൂടി പിന്നെ ഒരു 50ഓളം ആളുകൾ 2 ദിവസം കൂടി കഴിയാണ്. എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ ഒരു പങ്കുവെക്കലിൻ്റെ സുഖം വേറെ എവിടെയില്ല. ഞാനതാ പറയുന്നത്. നിങ്ങളൊക്കെ ഇത്രയും റിസ്ക് എടുത്തിട്ട് നേരം വെളുപ്പോഴേക്ക് ഈ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരിയുടെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൂപ്പിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ജന്മങ്ങളെ നേരെ മുഖതാവിൽ കാണാൻ പോകുകയാണ് എന്നുള്ള ഒരു എന്താ പറയുക, ഉസ്കേലി ദിൽ തടപ്രഹാഹെ, ചങ്ങമ്പുഴയുടെ ഭാഷ കടെടുത്ത് പറയുകയാണെങ്കിൽ, എൻ ഹൃത്തിലൻ ദൂഷ്മള ചാരിതാർത്ഥ്യം, എൻ്റെ ഹൃദയത്തിൽ എന്തൊരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് അനുഭവവേദ്യമാകുന്നത് എന്ന് അദ്ദേഹം ഏതൊരു കവിതയിൽ ചോദിക്കുന്നുണ്ട്, ഒരു രംഗം വിശദീകരിക്കുമ്പോൾ. ഞാനത് ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കാണുന്നത് ഫുള്ളി യങ്സ്റ്റേഴ്സ്, നല്ല തലയെടുപ്പും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയും സിരകളിലൂടെ ആവേശത്തിൻ്റെ രക്തം ത്രസിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൻ്റെ ഉടമകളുമാണ്. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഈ കൂടിച്ചേരൽ ഒരു തുടക്കം മാത്രമാണ്. ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട അലി അക്ബർ സാഹിബിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളോട് പോരാടിയിട്ട് ഇത്രയും വലിയ അതിജീവനത്തിന്റെ സന്ദേശം, വാട്സപ്പ് സന്ദേശത്തെക്കാൾ വലിയ ാണ് അതിജീവനത്തിന്റെ സന്ദേശം. ആ അതിജീവനത്തിന്റെ സന്ദേശം നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകിക്കൊണ്ട് നടത്തി എന്നിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം, ആ സ്വപ്നം സഫലീകൃതമായതിൻ്റെ ഒരു ഏറ്റവും വലിയ ചിത്രം, നേർരേഖയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം മധ്യാഹ്നത്തിലേക്ക് കടന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ കൂടിച്ചേരൽ ഇത് ഒരു തുടക്കം മാത്രം എന്ന രീതിയിൽ തന്നെയാവണം നിങ്ങൾ പിരിയുന്നത്. എപ്പോഴാണ് നമുക്ക് നാളെ പോയിട്ട് വാട്സപ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചിന്തിച്ചു കാണും. അല്ലയോ മുനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. യാസീനിൽ നമ്മൾ എപ്പോഴും ഓതുന്ന അല്ലയോ നാളെ
കല്ലിമുന അല്ലേ, അല്യൗമ നഖ്തിം, നമ്മൾ സീൽ വെക്കുന്നതാണ്, അല്ലാഹു സീൽ വെക്കുന്നതാണ്. അല അഫ്വാഹിഹിം, ഷട്ട് അപ്പ് യുവർ മൗത്ത്. പിന്നെ നാക്കുകൊണ്ടുള്ള സംസാരത്തിന് there is no another option. വതുകല്ലിമുന ഐദിഹിം, അവരുടെ കൈകളോട് ഞാൻ സംസാരിക്കാൻ പറയും. ആ സമയത്ത് നമുക്ക് പറയണം, അല്ലാഹുവേ, പാവപ്പെട്ടവന് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള സന്ദേശങ്ങൾ വായിക്കാനും ക്ലിപ്പുകൾ ഫോർവേഡ് ചെയ്യുവാനും എൻ്റെ ഈ വിരൽ സ്ക്രോൾ ചെയ്ത് ഒരുപാട് നന്മയുണ്ടാക്കിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ മാനത്തെ പിച്ചു ചീന്താനും ഈ വിരൽ ഒരുപാട് സ്ക്രോളിങ് നടത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ആ വിരൽ സംസാരിക്കും. വിരൽ ചെയ്ത തെറ്റ് നമുക്ക് നമ്മുടെ വിരൽ ചെയ്ത നന്മ പറയാൻ സാധ്യമാകേണ്ടതുണ്ട്. പിന്നെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, അത് കെടുജു അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്ത് ഒരു ഇഷ്യൂ കിട്ടിയാൽ അതിനെ മൈനസായിട്ട് വായിക്കുക അല്ലേ. ഷംസീർ ആരാകട്ടെ, നമ്മൾ ഷംസീറിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മൾ പറയുന്നത്. ഷംസീർ പറഞ്ഞതൊരു കാര്യമല്ലേ, വന്നുർ ഇലൽ മഖാലി ലാ മൻ ഖാല. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കേണ്ടതുണ്ട്, പറഞ്ഞ ആളിലേക്ക് നോക്കേണ്ടതില്ല എന്ന് ഒരു ആപ്തവാക്യമുണ്ട് അറബി ഭാഷയിൽ. വന്നുർ ഇലൽ മഖാലി ലാ മൻ ഖാല. 5 പള്ളി ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരു നേരം തന്നെ ഒരു 2 മിനിറ്റ് വൈകിട്ട് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക്, പിന്നെ 2 മിനിറ്റ് വൈകിട്ട് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക്, ഒരേ ദുഹർ ബാങ്ക്. അപ്പോൾ യെസ് ഷംസീർ വെൽ സെയ്ഡ് എന്ന് പറയാൻ, സമൂഹത്തിൻ്റെ പൊതുക്ഷേമമാണ്, നന്മയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവിടെ ഷംസീറിനോട് അങ്ങനെ പറയാൻ കൂടി നമുക്ക് സാധ്യമാകണം. പിന്നെ ഇപ്പോൾ നമ്മളാളുകൾ തന്തക്ക് വിളിക്കുക, ഷംസീറിന് 5 വാപ്പാക്ക് 5 മക്കളുണ്ടെങ്കിൽ ഒരു മോൻ മാത്രം കല്യാണം കഴിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും അല്ലേ. ഞാൻ പറയും, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ മൈനസ് ബാക്ക്ഗ്രൗണ്ടാണത്. അതിന് പകരം സൗണ്ട് പൊല്യൂഷൻ ഒരു ഇഷ്യൂ അല്ലേ. ഈ തൃശ്ശൂർ ജില്ലയിൽ ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഞാൻ പ്രഭാഷണത്തിന് പോയ ഒരു സ്ഥലത്ത് അവിടുത്തെ ഗ്രാമനിവാസികളിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ സൗണ്ട് പൊല്യൂഷനെതിരെയുള്ള ഡിക്ലറേഷൻ വന്നപ്പോഴാണ് ആ മഹല്ല് കമ്മിറ്റിക്കാർ പിന്നെ കുത്തുബിയത്തും സലാത്തും മൈക്കിൽ വിടുന്ന സിസ്റ്റം ഒഴിവാക്കിയത്. അതിൻ്റെ ഒരു വർഷം മുമ്പ് ഒരു റമദാനിന് അവിടെ ആ മഹല്ല് ജമാഅത്തിൻ്റെ കീഴിലുള്ള എല്ലാ മതത്തിലും പെട്ട ആളുകൾക്ക്, കുടുംബക്കാർക്കും കുടുംബിനികൾക്കൊക്കെ വലിയ അരിയും നെയ്യും മുന്തിരിയും അടങ്ങുന്ന വലിയൊരു കിറ്റ്, പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ എല്ലാ മതക്കാർക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ അമല ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന മാതിരിയുള്ള നഴ്സുമാർ താമസിക്കുന്ന ആ മഹല്ലിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു ഫ്ലാറ്റിലേക്ക് ഈ മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകൾ പോകുകയാണ്. കിറ്റൊക്കെ കൊടുത്തു. അവർ തിരിച്ചു പോന്നു. വളരെ സന്തോഷത്തോടെ അവർ ഏറ്റുവാങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകളാണ്, ഇനി ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വീണ്ടും ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഉടനെ ആ വീട്ടമ്മ പറയാണ്, ഇറങ്ങി വന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടമ്മ പറയാണ്, ഞങ്ങൾക്ക് ഈ അരിയേക്കാൾ പലഹാരത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. പക്ഷെ അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങളാരും പറയാതിരിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു മഹല്ല് സെക്രട്ടറിയോ ആരോ ബന്ധപ്പെട്ട ആൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ മക്കൾ ഒരാൾ SLCക്ക് പഠിക്കുകയാണ്, ഒരാൾ +2 പഠിക്കുകയാണ്. ഇവിടെ വ്യാഴാഴ്ച കുത്തുബിയത്ത്, വെള്ളിയാഴ്ച സലാത്തോ, അങ്ങനെ എന്തോ ഒരു സംഭവം. ഒരാഴ്ച 2 ദിവസം ഞങ്ങളെ മക്കൾക്ക് 1 മണിക്കൂർ നേരം പുസ്തകം തുറക്കാൻ കഴിയില്ല, കോൺസെൻട്രേഷൻ ഇല്ല. നമ്മളെ പള്ളിയിൽ നടക്കുന്ന ഒരു സംഭവം മിനാരത്ത് കൂടെ പുറത്തേക്ക് ഇട്ടാലേ നമ്മളെ കൂലി പൂർണ്ണമാവുള്ളൂ, നമ്മളെ അമല് സഹീഹാകുള്ളൂ എന്നുള്ള ഈമാൻ കാര്യത്തെക്കാളും ഇസ്ലാം കാര്യത്തെക്കാളും വലിയ വിശ്വാസം അവിടെ നമ്മൾ കാർക്കശ്യ മനോഭാവത്തോടു കൂടെ പിൻപറ്റുക. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ മഹല്ല് അധികാരികൾ പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാലാകാലങ്ങളായിട്ടുള്ള പരമ്പരാഗതമായിട്ട് ഇല്ല. ഈ കാലാകാലം പരമ്പരാഗതം എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളതാന്ന് തോന്നിപ്പോകും. ഉള്ളൊരു ബൈലോ ആണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വി ആർ സോറി. അവരിറങ്ങിപ്പോയിന്നാ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം വന്നു, നിർത്തേണ്ടി വന്നു. അവിടെ കാലാകാലവും ഇല്ല, പാരമ്പര്യവും ഇല്ല. അങ്ങനെ ചില കാലികമായ വിഷയങ്ങളിലൊക്കെ ഊന്നൽ കൊടുത്തിട്ട് ഒരു എന്താ പറയുക, സർഗാത്മകവും നിർമ്മാണാത്മകവുമായ ചില മേഖലകളെ കൂടി മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഈ തീവ്രവാദപരമായ പാലക്കാട് നിന്ന് പോവുകയാണ്, ഇവിടുന്ന് പോവുകയാണ്, അവിടുന്ന് ഒക്കെ അഭ്യസ്തവിദ്യരായ ആളുകളാണ്. സാദിഖ് അലി സാഹിബ് പറഞ്ഞ പോലെ അഭ്യസ്തവിദ്യരായ ആളുകളാണ് ഈ മേഖലയിലേക്ക് മുഴുവൻ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മ, അത് പല നാടുകളിൽ രക്തബന്ധം പോലും ഇല്ലാത്ത
ഉടപ്പിറപ്പിനെ പോലെ തിരിച്ചറിയേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും ഒരു മുഖപരിചയം പോലും ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ ഒരു വലിയ ബന്ധത്തിൻ്റെ ഉടമകളായി തീരുകയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ബന്ധം, മനുഷ്യബന്ധം എന്ന് പറയുന്ന ആ ബന്ധം ഇനിയും നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആശംസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ശിഹാബ് തങ്ങൾ നോട്ട് ഓൺലി എ കിങ് ബട്ട് ആൾസോ എ കിങ് മേക്കർ. ഒരു രാജാവ് മാത്രമായിരുന്നില്ല, ഒരുപാട് രാജാക്കളെ സൃഷ്ടിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു ആദരണീയനായ വ്യക്തിത്വത്തിൻ്റെ, ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമ കൂടിയായിരുന്നു. ആ ദർശനം നമുക്ക് വെളിച്ചമാകട്ടെ, ആ വ്യക്തിത്വത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിന് ശക്തിയാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.